ഗോവയിലെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് ലോവർ ഫോർട്ട് അഗ്വേഡയിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പർ ഫോർട്ട് അഗ്വേഡ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അടുത്ത സ്ഥലം. പോരാത്തതിന് ഓൾഡ് ഗോവയിൽ ഒരു ചർച്ചിൽ ബോം ജീസസ് ബസിലിക്കയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ പവിത്ര ശരീരം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി കാറ്റും കൊണ്ട് ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് കൂടെ നല്ല സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ പിന്നെ സംസാരിച്ച് നേരം പോകുന്നതേ അറിയില്ല. സത്യം പറഞ്ഞാൽ അറബിക്കടലിന്റെ തിരമാലകൾ കോട്ടയുടെ ചൂരുകളിൽ വന്ന് അടിക്കുന്നതും നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കൂടാതെ സിനിമകളിലെ ഓരോ ദൃശ്യങ്ങളും എൻ്റെ മനസ്സിൽ മിന്നിമറയുന്നു. ആ പഴയ കോട്ട മതിലുകൾക്കിടയിലൂടെയുള്ള നടത്തവും ചിരിയും സംസാരവും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ നിമിഷങ്ങളാണ് തരുന്നത്. ക്ലാസ് കഴിയാൻ ഇനി ഒരു സെം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള നിമിഷങ്ങൾ വളരെ വേണ്ടപ്പെട്ടതാണ്. ഈ സന്തോഷങ്ങൾ ഇനിയും കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പരമാവധി കാഴ്ചകളും നിമിഷങ്ങളും ഞാനും എൻ്റെ സുഹൃത്തുക്കളും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ പോയത് ഓൾഡ് ഗോവയിലെ നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പവിത്ര ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഈ ചർച്ചിലേക്കാണ്. ഈ ചർച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആകർഷിക്കുന്നു. ചർച്ചിന്റെ വീഡിയോ എടുക്കാൻ അനുവാദം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചരിത്ര ശില്പങ്ങളും കൊത്തുപണികളും എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റി. കൂടെ അതിമനോഹരമായ കാഴ്ചകളും. അവിടുന്ന് നേരെ പുതിയ ചർച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. നിങ്ങൾ ഗോവയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓൾഡ് ഗോവയിലെ ഈ ചർച്ച്. അങ്ങനെ ഈ ഗോവൻ കഥകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. കൂടെ പുതിയൊരു കഥയുമായി പെട്ടെന്ന് തന്നെ വരാം. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് അടുത്ത വീഡിയോയിൽ കാണാം.